ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രീമി ടെക്സ്ചറിലുള്ള 4 തരം പുഡിങ്ങാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള പുഡിങ്സാണ്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം കേട്ടോ. എല്ലാം കൂടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ല പുഡിങ്ങാണ് ഷെയർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ടോഫി പുഡിങ്ങാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടോഫി ഉണ്ടാക്കിയെടുക്കണം. ഞാനിപ്പോൾ ഒരു 400 ml കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡ്. അപ്പോൾ ഇത് പൊട്ടിക്കാത്ത ടിന്നാണ്, പൊട്ടിക്കാത്ത ടിന്ന് വേണം എടുക്കാനായിട്ട്. ഇത് നമ്മൾ കുക്കറിലോട്ട് വെച്ച് കൊടുത്ത ശേഷം നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഈ ഒരു ടിന്ന് കവറാകുന്ന രീതിയിൽ, മുകൾ ഭാഗത്തോളം എത്തുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കിത് കറക്റ്റ് ടോഫി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിറയെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഒരു വിസിൽ വന്ന ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് അരമണിക്കൂറോളം വേവിച്ചെടുക്കുക. ഏകദേശം മൊത്തത്തിൽ ഒരു 45 മിനിറ്റോളം ഇത് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വിസിൽ വന്ന ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് പിന്നെ അരമണിക്കൂറോളം വേവിച്ചെടുത്താൽ മതി. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മാരി ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇത്രയൊന്നും വേണ്ട കേട്ടോ, ഒരു 100 ഗ്രാം ബിസ്ക്കറ്റൊക്കെ മതിയാകും. ഏകദേശം ഒരു 25 ബിസ്ക്കറ്റൊക്കെ മതിയാകും. അപ്പോൾ ഞാനിത് ഈ ഒരു ഫുഡ് പ്രോസസ്സറിലാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഫൈൻ പൗഡർ ആവാത്ത രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നല്ലോണം ഫൈൻ പൗഡർ ആക്കുന്നതിനേക്കാളും ഒരിച്ചിരി ക്രഷ് ചെയ്തെടുക്കുന്ന രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ഫൈൻ പൗഡറായിട്ട് ആ ഒരു രീതിയിലും അല്ല, പക്ഷെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുമുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ്. അപ്പോൾ 1/4 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. മെൽറ്റ് ചെയ്ത ശേഷം 1/4 കപ്പ് എടുത്താൽ മതി. എന്നിട്ടിത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു പാത്രത്തിലാക്കിയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം ബ്ലെൻഡറിലിട്ടിട്ട് പൊടിച്ചെടുത്ത ശേഷം പാത്രത്തിലോട്ട് ആക്കിയിട്ട് ബട്ടറും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. 1/4 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടർ, 100 ഗ്രാമിന് 1/4 കപ്പ് ബട്ടർ പാകത്തിനാകുന്നുണ്ട്. പിന്നെ ബിസ്ക്കറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ എണ്ണത്തിൽ അതിൽ ചെറിയ സൈസൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എണ്ണത്തിൽ വ്യത്യാസം വരും. ഞാൻ ഏകദേശം 25 എണ്ണം പറഞ്ഞു. നിങ്ങളൊരു 100 ഗ്രാം ബിസ്ക്കറ്റ് എന്ന രീതിയിൽ എടുത്താൽ മതി. സെയിം മാരി ബിസ്ക്കറ്റ് ആണെങ്കിൽ ഒരു 23 അല്ലെങ്കിൽ ഒരു 25 വരെ എടുക്കാം. ഇനി നമ്മൾ ഏത് ട്രേയിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രേയിലോട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ലെവലാക്കിയിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തും ഒരേ രീതിയിൽ ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഒരേ ലെവലാക്കി കൊടുത്തിട്ട് ഒന്ന് പ്രസ്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ച് ചെറിയ ട്രേ വേണമെങ്കിൽ ചെറിയ ട്രേ എടുക്കാം. ഇത് കുറച്ച് ലാർജ് ട്രേ ആണ്. അപ്പോൾ ഇതിലൊരു 1/4 ഇഞ്ച് അളവിലാണ് ഇതിപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളെടുത്ത് വെച്ച പൊടിച്ച ബിസ്ക്കറ്റ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. 10 ഗ്രാം ചൈന ഗ്രാസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരക്കപ്പോളം ഏകദേശം അരക്കപ്പോളം വെള്ളം ചേർത്തിട്ട് ഇതൊരു 10-15 മിനിറ്റോളം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 1 പാക്കറ്റ് പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. 1/2 ലിറ്ററിൻ്റെ 1 പാക്കറ്റ് പാല്. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിപ്പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കട്ടിപ്പാലാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്, അല്ലെങ്കിൽ സാധാ പാക്കറ്റ് നോർമൽ പാക്കറ്റ് പാലായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഏകദേശം 1/4 കപ്പോളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ചേർക്കുന്നില്ല, കുറച്ച് മാത്രമാണ്. ഇതാദ്യം ഒന്ന് തിള വരട്ടെ. ഇനി നമുക്ക് വേറൊരടുപ്പിൽ ഇപ്പോൾ ചൈന ഗ്രാസ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേറൊരടുപ്പിൽ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരേ സമയം ഫ്ലെയിം ഒന്ന് നല്ലോണം കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് പാലും കൂടെ തിളച്ച് കിട്ടും. ഏകദേശം ഒരേ സമയത്ത് രണ്ടും കൂടെ തിളപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുമ്പോൾ, കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക രണ്ടും കൂടെ. അതുപോലെ ചൈന ഗ്രാസ് ഇപ്പോൾ ചെറുതായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് മെൽറ്റായി കിട്ടും.
ഇപ്പോൾ ചൈന ഗ്രാസ് നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ഇത് മെൽട്ടായി കിട്ടും. ഏകദേശം മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പാലും തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പാലിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1-2 മിനിറ്റ് കുഴപ്പമില്ല, ഇതുപോലെ തന്നെ വെക്കാം. ഇനി ഈ ഒരു പാലിലോട്ട് ഒരിച്ചിരി സാഫ്രോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് വേണ്ടത് ആ ഒരു ഫ്ലേവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ വനില എസൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ എന്ത് ഫ്ലേവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ച് സാഫ്രോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കൊരു അരിപ്പയിൽ കംപ്ലീറ്റ് മെൽട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അരിപ്പയിൽ അരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം, എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ. ഇതിപ്പോൾ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അരിപ്പയിൽ അരിച്ചിട്ടൊന്നുമല്ല ചേർത്ത് കൊടുത്താൽ. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാലിലോട്ട് ചേർക്കുമ്പോൾ അത് നന്നായിട്ട് മെൽട്ടായി കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഇച്ചിരി മെൽട്ടാവാത്ത ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പയിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിപ്പയിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ ഒന്നും കൂടെ തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1-2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് ഒരു ഇച്ചിരി മിൽക്ക് മെയ്ഡും അതുപോലെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അതുപോലെ ഒരു ഇച്ചിരി മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പാൽ മിക്സ് തണിയാൻ വേണ്ടിയിട്ട്, ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇനി നമുക്കിത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറോളം ഇത് മാറ്റി വെക്കുക. അപ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും, ഒരുപാടൊന്നുമല്ല. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് ലെയറിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് തിക്കോടെ ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാനിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു ബിസ്ക്കറ്റ് ലെയർ ഇപ്പോൾ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 15 മിനിറ്റൊക്കെ ഫ്രീസറിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കുക, താഴെ വെക്കുന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്ത ഈ ഒരു പുഡിംഗ് മിക്സും കൂടി ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ തിക്കായിട്ട് വരും. ഇനിയും ഇത് മാറ്റി വെച്ചാൽ പുഡിംഗ് ടെക്സ്ചർ തന്നെ ആയിപ്പോകും, ഇനിയും കട്ടിയായി പോകും. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യേണ്ട. നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഒരു ചൂടോടെ ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ ചൂടാറി കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും അത് കുറച്ച് തിക്കായിട്ട് വരും. ഇനി നമുക്കിത് സെറ്റാവാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ വരെ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇത് സെറ്റായതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ടോഫി ലെയർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച ടോഫി അരമണിക്കൂർ ആകുമ്പോൾ ഞാൻ ഈ ഒരു കുക്കർ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു വിസിൽ വന്ന ശേഷം, ഒരു വിസിൽ വരുവോളം ഫ്ലെയിം കൂട്ടി വെക്കുക. ഒരു വിസിൽ വന്ന ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് അരമണിക്കൂറോളം വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ഈ ഒരു ടിന്ന് ഇതിൽ നിന്നും മാറ്റാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോഫി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കളറ് അതുപോലെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ മൊത്തത്തിലൊരു സ്പൂൺ വെച്ചിട്ട് കംപ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ ടോഫി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം. ആദ്യം മിക്സ് ചെയ്ത് നോക്കിയിട്ട് പോരാ എന്നുണ്ടെങ്കിൽ
1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് കട്ടി പോലെ തോന്നും, പക്ഷെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുമ്പോൾ കുറച്ചൊന്ന് ഇത് ലൂസായി വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണ്ട, 1/4 കപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പോരാ എന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കും തോറും ഇത് കുറച്ചൊന്ന് ഒരു ക്രീമി ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടും. ആദ്യം ഒരു ഇച്ചിരി കട്ടി പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി കട്ടിയാണല്ലോ നമ്മൾ ആ ഒരു ടോഫി. അപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് എനിക്കിത് പോരാ എന്ന് തോന്നിയപ്പോൾ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ടോഫിയുടെ ടെക്സ്ചർ അനുസരിച്ചായിരിക്കും. അപ്പോൾ 1/4 കപ്പ് മാത്രം പാകത്തിനാകുന്നുണ്ടെങ്കിൽ അത്ര തന്നെ മതി. ഇതിപ്പോൾ ഇത്രയും ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെച്ചത് ഏകദേശം അരമണിക്കൂറോളായിട്ടുണ്ട്. അപ്പം നന്നായിട്ട് സെറ്റായിട്ടില്ല. അപ്പം നിങ്ങൾ നല്ല സെറ്റായതിന് ശേഷം മാത്രം ടോഫി ഇട്ട് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 80% സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ടോഫി എല്ലായിടത്തേക്കും ഇതുപോലെ ആക്കി കൊടുത്ത ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് സാവധാനം മൊത്തത്തിൽ കവർ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ല സാവധാനം എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് കൂടുതലും എല്ലായിടത്തും ഒരേ ലെവലല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കിതുപോലെ എല്ലായിടത്തും ഒരേ രീതിയിൽ ജസ്റ്റ് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ടോഫി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക മുകളിലോട്ട്. പിന്നെ പറഞ്ഞ പോലെ പുഡിങ് നല്ല സെറ്റായ ശേഷം മാത്രം ആ ടോഫി ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സായി പോകും. പുഡിങ്ങും ഈ ഒരു ടോഫിയും ഒക്കെ നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പുഡിങ് സെറ്റായ ശേഷം ടോഫി ലെയർ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ലെവലാക്കി എടുത്താൽ മതി. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ചെറിയൊരു ലെയർ ടോഫിയും അതുപോലെ ഒരു ലെയർ ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 3 ലെയറായിട്ടാണ് ഈ ഒരു പുഡിംഗ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് കാരമൽ ചെയ്ത അണ്ടിപ്പരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ബട്ടറും പഞ്ചസാരയും കൂടെ കാരമൽ ചെയ്തിട്ട് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം, ചോക്ലേറ്റ് വേണമെങ്കിലും ചോക്ലേറ്റ് ഗനാശ വെച്ചിട്ട് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബ്രെഡും ബട്ടറും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ്ങാണിതും. ക്രീമി ടെക്സ്ചറിലുള്ള പുഡിങ് തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം 1 ലിറ്റർ പാലൊന്ന് നമുക്ക് തിളക്കാനായിട്ട് വെക്കാം. 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഓരോ കാര്യങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതേ സമയം കൊണ്ട് തന്നെ നമുക്ക് ചൈന ഗ്രാസും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഫ്ലെയിമൊന്ന് നല്ലോണം കുറച്ചിട്ട് നമുക്ക് വേറൊരു അടുപ്പിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 15 ഗ്രാം ചൈന ഗ്രാസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് കുതിർത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഒന്ന് അലിഞ്ഞ് വരും. അപ്പോൾ വേറൊരു അടുപ്പിൽ ഞാൻ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പാലും ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ബട്ടറാണ്. ഇതിപ്പോൾ 200 ഗ്രാം ബട്ടറാണ് കേട്ടോ ഉള്ളത്. അൺസോൾട്ടഡ് ബട്ടറാണ്. നമുക്ക് 200 ഗ്രാം വേണ്ട, ഒരു 150 ഗ്രാം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ട് ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 150 ഗ്രാം ബട്ടറാണ് ഈ ഒരളവിൽ വേണ്ടത്. അപ്പോൾ ബട്ടർ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ചൈന ഗ്രാസ് നോക്കാം നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന മിൽക്ക് മെയ്ഡാണ്. 1 ടിന്ന് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. 400 ഗ്രാമിൻ്റെ 1 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. കണക്ക് അത്രയും ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എൻ്റെ കയ്യിലൊരു ഇച്ചിരി കുറവുണ്ടായിന്, അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ. 400 ഗ്രാമൊക്കെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക ഈ ഒരളവിൽ. അപ്പോൾ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിൽ ചെറിയ വ്യത്യാസം വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും പകുതി എടുത്താൽ മതി. 1 പാക്കറ്റ് പാലൊക്കെ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ
അല്ലാന്നുണ്ടെങ്കിൽ 8 ഗ്രാം ചൈന ഗ്രാസ്, അര ടിന്ന് മിൽക്ക് മെയ്ഡ് അങ്ങനെയൊക്കെ ചേർത്താൽ മതി. ഇനി വേണ്ടത് ഇതിലോട്ട് കസ്റ്റാർഡ് പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു ഇച്ചിരി പാലിൽ ഒന്ന് കലക്കി എടുത്തിട്ട് നമുക്കിതിലോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം കുറച്ചിട്ടാണ് കേട്ടോ ഉള്ളത് ഈ ഒരു സമയത്തൊക്കെ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്തിട്ട് കൂടെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര, മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള മധുരമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലോട്ട് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് 4 സ്ലൈസ് ബ്രെഡാണ് ഈ ഒരളവിൽ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് 2 രീതിയിൽ ബ്രെഡ് ഇതുപോലെ ഇതിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചൂടാറി കഴിയുമ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാലും അതുപോലെ ബ്രെഡിൻ്റെ ഈ ഒരു പീസും പിന്നെ കസ്റ്റാർഡ് പൗഡർ എല്ലാം കൂടെ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതുപോലെ ചേർത്തിട്ട് പിന്നീട് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. എന്തായാലും ബ്രെഡൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നാൽ മതി. ഇനി നമ്മളിതിലോട്ട് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൈന ഗ്രാസും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 4 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാളും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലെൻഡറിലിട്ടിട്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ പാലല്ല, നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു അളവിൽ നിന്ന് തന്നെ വേണം പാലെടുക്കാനായിട്ട്. കുറച്ച് പാല് ബാക്കി വെച്ചിട്ട് മൊത്തത്തിൽ ചേർക്കാതെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ട നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് ഇതിപ്പോൾ ചെറുതായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊക്കെ കുറേശ്ശെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലോണം ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ബ്ലെൻഡറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തിളച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ചൂടോടെ ഇട്ട് കൊടുക്കുമ്പോൾ ബ്ലെൻഡറിൻ്റെ മൂടി ഓപ്പണായിട്ടെല്ലാം പുറത്തോട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിലോട്ട് തന്നെ നിങ്ങൾക്ക് ഒരു മീഡിയം ഇതുപോലുള്ള ട്രെയിൽ നിങ്ങൾക്ക് 2 ട്രേ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് തന്നെ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു ബൗളിലും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളൊരു ഇതുപോലുള്ള ട്രെയിൽ നിങ്ങൾക്ക് 2 ട്രേ പുഡിങ് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കാണിച്ച അളവിൽ. ഇനി നമുക്കിത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ വരെ, ഫ്രീസറിലാണെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. താഴത്തെ തട്ടിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ബ്രെഡ് ബട്ടർ പുഡിങ്ങാണ്. ഒരു ക്രീമി ടെക്സ്ചറിലുള്ള പുഡിങ്ങാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബട്ടർ പുഡിങ് തന്നെയാണ്. വേറെ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു ബട്ടർ പുഡിങ് ബ്രെഡൊന്നും ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റാണ് ഇതും ഈ ഒരു പുഡിങ്ങും. ഓരോ പുഡിങ്ങിനും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. ഒരേ ടേസ്റ്റൊന്നും അല്ല. അപ്പോൾ ഇതും എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നൊരു പുഡിങ് തന്നെയാണ് ഇതും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചൈന ഗ്രാസ് ഒന്ന് കുതിർത്ത് വെക്കണം. 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റോളം ഒന്ന് കുതിരാനായിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഈ ഒരളവിൽ നമുക്ക് 50 ഗ്രാം ബട്ടർ മതിയാകും. 100 ഗ്രാമിൻ്റെ നേരെ പകുതി എടുത്താൽ മതി. ഇനി ഈ ബട്ടർ ചേർത്തിട്ട് നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയാണ്.
അപ്പോൾ കാരമൽ ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ ആദ്യം പഞ്ചസാരയല്ല ചേർക്കുന്നത്, ആദ്യം ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മെൽട്ടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടണം, ഒരു കാരമലായി കിട്ടുന്ന രീതിയിൽ. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കളറായി വരുമ്പോൾ ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഫ്ലെയിം നല്ലോണം കുറക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വെക്കുമ്പോൾ ഇതൊന്ന് കട്ടിയായി പോകും ചൂടാറി കഴിയുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്ന് പതഞ്ഞ് വരും, കുറച്ച് ദൂരം നിന്നിട്ടൊക്കെ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്, എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി പാലൊന്ന് നമുക്ക് തിളക്കാനായിട്ട് വെക്കണം. അപ്പോൾ പാൽ ഇതിലോട്ട് ചേർത്ത്, പാൽ വേണ്ടത് 1 പാക്കറ്റ് പാലാണ്, 1/2 ലിറ്ററിൻ്റെ 1 പാക്കറ്റ് പാല് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറേയൊന്നും വേണ്ട, ഒരുപാടൊന്നും വേണ്ട, 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് നമ്മൾ മിൽക്ക് മെയ്ഡും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരടുപ്പിൽ ഒരേ സമയത്ത് തന്നെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് തിളക്കാനായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വേണം വെക്കാനായിട്ട്. തീരെ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. ഇപ്പോൾ ചൈന ഗ്രാസ് നല്ല മെൽട്ടായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാലിലോട്ട് ചേർത്തിട്ട് ഇപ്പോൾ പാലും കൂടെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. പാല് തിളച്ചതിന് ശേഷം വേണമെങ്കിലും ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വീണ്ടും അങ്ങനെ നല്ലോണം തിളക്കണമെന്നില്ല. എന്തായാലും ഞാനിപ്പോൾ ചൈന ഗ്രാസും കൂടെ ഈ ഒരു മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ചൈന ഗ്രാസ് ചേർത്തിട്ട് കുറേ പേര് തിളപ്പിച്ചെടുക്കാറുമില്ല. നല്ലോണം തിളപ്പിച്ചെടുക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് നല്ലോണം മിക്സായി കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ശരിക്കും സെറ്റ് ആവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സായി വന്നിട്ടുണ്ട്, ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബ്ലെൻഡറിലോട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. മെഷർമെൻറ്റ് കപ്പിൽ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് ഫ്രഷ് ക്രീമും 1/2 ടിന്ന് മിൽക്ക് മെയ്ഡുമാണ് വേണ്ടത് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ പഞ്ചസാരയും ബട്ടറും കൂടെ മെൽറ്റ് ചെയ്തത്, കാരമൽ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കട്ട പിടിച്ചിട്ട് പാത്രത്തിൽ നിന്ന് എടുക്കാൻ തന്നെ പറ്റൂല. ഈ ഒരു ബട്ടറും ഇതൊക്കെ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് കാഷ്യൂനട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, നമുക്ക് പിന്നീട് ക്രഷ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്, ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് പാലിന് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് പാലും ചൈന ഗ്രാസും കൂടെ തിളപ്പിച്ചെടുത്തതാണ്. ബ്ലെൻഡറിലോട്ട് തന്നെ ചേർത്തിട്ട് വേണമെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ പാല് നല്ല ചൂടാറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇനി അങ്ങനെ കുറേ പണിയൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ പാല് ചൂടാറിയ ശേഷം ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമ്മളിനി ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെറ്റാവാനായിട്ട് ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ഒരു മീഡിയം സൈസിലുള്ള ഒരു ട്രേ പുഡിങ് ഉണ്ടാക്കിയെടുക്കാനുള്ള അളവാണ് നമ്മൾ 1 പാക്കറ്റും അതുപോലെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഞാനൊന്ന് ചെറിയ 2 ബൗളിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ കുറച്ച് നിറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലോട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 2 ബൗളിലും കൂടെ ഇതുപോലുള്ള 2 ബൗളിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും ചെറുതായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലോട്ട് മുകളിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് താണു പോകും. ഇതിൽ നമ്മൾ ബ്രെഡോ
അല്ലെങ്കിൽ വേറെ ഫ്ലഷോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ, കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് തിക്കാകും. അപ്പോൾ തിക്കായി വരുമ്പോഴേക്കും ഇതിലോട്ട് നമ്മളിതുപോലെ കാരമൽ ചെയ്തിട്ടുള്ള കാരമൽ ചെയ്ത ബട്ടറും പഞ്ചസാരയും അതിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കാഷ്യൂ ആണ്. എന്നിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. നേരത്തെ നമ്മൾ ചെറിയ ബൗളിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് ഇതിപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവം തന്നെ നമുക്കായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ബൗളിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്ന രീതിയിൽ ഒന്ന് കമഴ്ത്തി കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ട്രെയിൽ വെച്ചതൊക്കെ നമുക്ക് അങ്ങനെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. സ്പൂൺ വെച്ചിട്ട് കട്ട് ചെയ്ത് നമ്മൾ സാധാ പുഡിങ്ങൊക്കെ കഴിക്കുന്ന പോലെ അങ്ങനെയാണ് സെർവ് ചെയ്യാറുള്ളത്. ഇതിലോട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇച്ചിരി ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരമൽ ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു പുഡിങ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു പുഡിങ്ങാണ്, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ പുഡിങ്ങാണിത്. അപ്പോൾ അധികം ബട്ടറൊന്നും വേണ്ട, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്യാത്തവർ ഇത് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് കസ്റ്റാർഡ് ചോക്ലേറ്റ് പുഡിങ്ങാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു പുഡിങ് എന്തായാലും ഇഷ്ടപ്പെടും. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലോട്ട് ചൈന ഗ്രാസ് ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. 1/4 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ആദ്യം 1/4 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് ഞാൻ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചോക്ലേറ്റിന് പകരം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാകുമ്പോൾ ഒന്നും കൂടെ നല്ല കളർ ഉണ്ടാവും. പക്ഷേ ടേസ്റ്റ് കൂടുതൽ കുക്കിംഗ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഞാൻ മിൽക്കാണ് എടുത്തിട്ടുള്ളത്, മിൽക്ക് കോമ്പൗണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറി മിൽക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ടും എടുക്കാം കേട്ടോ. ഏകദേശം ഇതിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റാണ്. ഏകദേശം 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല. ഒരു 6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 7 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി. 40 ഗ്രാമാണ് ഏകദേശം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് പാലാണ്. ഒരു പാക്കറ്റ് 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ നമ്മൾ ചായക്ക് യൂസ് ചെയ്യുന്ന പാലെടുത്താൽ മതി. ഒന്നും കൂടെ കുറച്ച് തിക്കായിട്ടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് വേണ്ടത് പഞ്ചസാര 1/4 കപ്പ് നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട്, വടിച്ചിട്ടല്ല. അപ്പോൾ പാകത്തിനുള്ള മധുരമാകുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റിലും കുറച്ച് മധുരം ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ കൊക്കോ പൗഡർ ചേർക്കുന്നെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൊക്കോ പൗഡറിലും മധുരമുണ്ട്. മധുരം അങ്ങനെ ഇല്ലാത്ത കൊക്കോ പൗഡർ ആണെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ഒരു ഇച്ചിരി 1-2 ടേബിൾ സ്പൂൺ കൂട്ടി കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം നമ്മളെടുത്ത് വെച്ച ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് നല്ല ചൂടുള്ള പാലല്ലേ. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് മെൽട്ടായിട്ട് വരും. പിന്നെ കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂണാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു അളവിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ നല്ല ബ്രാൻഡ് കൊക്കോ പൗഡർ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു കയ്പ്പൊക്കെ ഉണ്ടാവില്ല കൊക്കോ പൗഡർ. നല്ല ബ്രാൻഡ് എടുക്കാൻ നോക്കാം എപ്പോഴും. സാധാ നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന കൊക്കോ പൗഡർ എടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൊക്കോ പൗഡർ ഞാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ പാല് തിളക്കാൻ വെക്കുമ്പോൾ തന്നെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഈ തിളക്കുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് ഈ ഒരു കസ്റ്റാർഡ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് വീണ്ടും തിളച്ച് കിട്ടിയാൽ മാത്രം പോരാ. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കുക. ഇത് അടിക്ക് പിടിക്കാത്ത രീതിയിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ഇത് കുറച്ച് തിക്കാകുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തിളച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് തിക്കായിട്ട് വരും. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒരിച്ചിരി കുറക്കട്ടെ. ഇതിപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക, തിക്കാകുന്നത് വരെ.
അപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമാകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതിന് കറക്റ്റ് കൺസിസ്റ്റൻസി അങ്ങനെയില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിക്കാക്കി എടുത്താൽ മതി. നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് ആ ഒരു ലിക്വിഡ് പരുവം മാറി ഇങ്ങനെ ഒന്ന് മുറിഞ്ഞ് വരുന്ന രീതിയിൽ ഒന്ന് തിക്കാക്കി എടുത്താൽ മതി. ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത്, അതിനേക്കാളും കൂടുതൽ നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ചൂടാറുമ്പോൾ ഇനിയും ഇതിനേക്കാളും തിക്കാകും. അപ്പോൾ ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ ഒരു ട്രേയിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നിരത്തി കൊടുക്കുക, ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഇത് എല്ലായിടത്തും ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാം. പിസ്ത ക്രഷ് ചെയ്തതോ അല്ലെങ്കിൽ എന്താണെങ്കിലും കാഷ്യൂനട്ട് ക്രഷ് ചെയ്തതോ എന്താണെങ്കിലും ഇട്ട് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിലോട്ട് കാഷ്യൂനട്ട് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ചൂടാറി കഴിയുമ്പോൾ ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. നല്ലോണം ചൂടാറിയിട്ട് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് അങ്ങനെ സെറ്റാവാനുള്ള സമയമൊന്നുമില്ല. നല്ലോണം ചൂടാറിയിട്ട് ജസ്റ്റ് ഇതിലോട്ടൊന്ന് തണുപ്പ് കയറിയാൽ മതി. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇതിപ്പോൾ ചൂടാറി കഴിയുമ്പോൾ തണുക്കുമ്പോൾ ഒന്നും കൂടെ കളറൊക്കെ ഇതിനേക്കാളും കളറ് മാറിക്കിട്ടും. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലല്ല, താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലോണം സെറ്റായിട്ട് കിട്ടും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ കറക്റ്റ് മുറിച്ചെടുക്കുന്ന പരുവൊന്നുമല്ല. നമ്മൾ ഇതിലോട്ട് ചൈന ഗ്രാസോ ജെലറ്റിനോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു പുഡിങ്. അപ്പോൾ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചൈന ഗ്രാസോ ജെലറ്റിനോ ഒന്നുമില്ലാതെ, മിൽക്ക് മെയ്ഡോ ഒന്നും വേണ്ട ഇതിലോട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്